ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ട്രേഡ്സ്മാൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 135/2024 നമുക്കതിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് 25/2/2025 നമ്മുടെ എക്സാം വരുന്നത്. ഫെബ്രുവരി 25 എക്സാം വരുന്നത്. അപ്പോൾ നമ്മളിതനുസരിച്ച് നമ്മുടെ സിലബസിൻ്റെ ഡിസ്കഷൻ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ നാളെ മുതൽ നമ്മുടെ ട്രേഡ്സ്മാൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ ഓൾറെഡി നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കതിൻ്റെ ക്ലാസ്സസ് നമ്മൾ അവൈലബിൾ ആണ്. അതനുസരിച്ച് തന്നെ നമ്മൾ ട്രേഡ്സ്മാൻ്റെ ക്ലാസ്സസ് നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. കുറച്ച് വാസ്റ്റ് സിലബസ് ആണ്. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് നിങ്ങൾക്ക് ഫിറ്റിംഗ്, ഷീറ്റ് മെറ്റൽ ആൻഡ് വെൽഡിംഗ്, ഈ ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അവർ ഓരോ മൊഡ്യൂളിനെയും സബ്ബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മാർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് സേഫ്റ്റിയാണ്. സേഫ്റ്റിയിൽ വരുന്നത് നിങ്ങൾക്ക് സേഫ്റ്റി പ്രിക്വേഷൻസും, ഫസ്റ്റ് എയ്ഡ്, PPE, അതുപോലെ ഫയർ ഫിറ്റിങ്സ് എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രിക്കൽ സേഫ്റ്റി, ഇതൊക്കെ 2 മാർക്കിനാണ്. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അടുത്ത് വരുന്ന സെക്ഷൻ ഫിറ്റിംഗ് ആണ്. അതിലും ടൂൾസും വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും ഫിറ്റിംഗ് ടൂൾസിനെ കുറിച്ചും കെയർ ആൻഡ് മെയിൻ്റനൻസ് അതും വരുന്നുണ്ട്. അത് 3 മാർക്കാണ്. അടുത്ത് വരുന്നത് ഷീറ്റ് മെറ്റൽ. ഇതിലും ഷീറ്റ് മെറ്റലിൻ്റെ ടൂൾസും ഇൻസ്ട്രുമെൻസും അതിൻ്റെ മെയിൻ്റനൻസും ടൈപ്സും റിവറ്റിങ്ങും അതും 2 മാർക്സിനാണ്. പിന്നെ വരുന്നത് മൊഡ്യൂൾ 1 തന്നെ വരുന്ന വെൽഡിംഗ് ആണ്. വെൽഡിംഗ് ടൂൾസും ഡിഫറെൻറ്റ് ടൈപ്സും അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതും 2 മാർക്കാണ് വരുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് മൊഡ്യൂൾ 2 വരുന്ന ഇലക്ട്രിക്കൽ സെക്ഷനാണ്. അതിൽ ബേസിക് ഇലക്ട്രിക്കൽ ടേംസ്, അതിൻ്റെ ഇൻഡക്റ്റേഴ്സ്, അതുപോലെ കണ്ടക്ടേഴ്സിനെ കുറിച്ചും എർത്തിങ്ങും, ഇതൊക്കെ 3 മാർക്കിനും. പിന്നെ AC മോട്ടേഴ്സിനെ കുറിച്ചും 3 മാർക്കിനുമുണ്ട്. മോട്ടോർ സ്റ്റാർട്ടേഴ്സിനെ കുറിച്ചും 2 മാർക്സാണ്. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 3 വരുന്ന ഇലക്ട്രോണിക്സ് ആണ്. അത് സിമ്പിളാണ്. ആക്റ്റീവ്, പാസീവ്, കോമൺ, ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് 2 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അടുത്ത മൊഡ്യൂൾ 4 നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് റെഫ്രിജറേഷനിൽ വന്ന് ഫസ്റ്റ് സെക്ഷൻ 4 മാർക്കിന് വരുന്നത് റെഫ്രിജറേഷൻ ടൂൾസും അതിൻ്റെ എക്യുപ്മെൻറ്റ്സും. അതിൽ നിങ്ങൾക്ക് വരുന്നത് എന്താണ് നമ്മുടെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, മെയിൻ്റനൻസ്, കെയർ ആൻഡ് മെയിൻ, അതൊക്കെയാണ്. ഫണ്ടമെൻ്റൽസ് ഓഫ് റെഫ്രിജറേഷനിൽ കുറച്ച് ടേംസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. യൂണിറ്റ്, മാസ്, വെയിറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ലോസും ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ സിസ്റ്റം, അത് നമുക്ക് 3 മാർക്കിനാണ്. ഫണ്ടമെൻ്റൽസ് വരുന്ന 5 മാർക്കിനുമാണ്. പിന്നെ കംപ്രസർ, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. 5 മാർക്കിനാണ് വരുന്നത്. അടുത്ത മൊഡ്യൂൾ 5 റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സ്. ഓരോ എക്യുപ്മെൻറ്റ്സിനും കണ്ടൻസർ, കൂളിംഗ് ടവർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ, അപ്പോൾ അങ്ങനെ ഓരോന്നിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കണ്ടൻസർ ആണെങ്കിൽ 3 മാർക്കും, കൂളിംഗ് ടവർ 3 മാർക്കും. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എക്സ്പാൻഷൻ വാൽവ് 3 മാർക്ക്, ഇവാപ്പറേറ്റർ 2 മാർക്ക്. അപ്പോൾ ഇതിലായിട്ട് നമ്മുടെ സിലബസിൽ വരുന്ന കാര്യങ്ങളൊക്കെ അത് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് പഠിക്കാം. മൊഡ്യൂൾ 6 റെഫ്രിജറൻറ്റ്, അത് നമുക്ക് റെഫ്രിജറൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ ടൈപ്സ്, നമ്പറിങ്, റെഫ്രിജറൻറ്റ് സിലിണ്ടേഴ്സ്, ക്ലൈമാറ്റിക് ഇമ്പാക്റ്റ്, അതും 5 മാർക്കിനാണ് വരുന്നത്. മൊഡ്യൂൾ 7 റെഫ്രിജറേഷൻ സിസ്റ്റം, അത് നമുക്ക് പഠിക്കാനുള്ള ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ്, അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് സിംഗിൾ ഡോർ ഡയറക്റ്റ് കൂൾ റെഫ്രിജറേറ്റർ, അതിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ്, ഡോർ ഗ്യാസ്കറ്റിനെ കുറിച്ചും, പിന്നെ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററും, അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ ഇൻവെർട്ടർ ടെക്നോളജി, ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇൻവെർട്ടർ ടെക്നോളജിക്ക് 1 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. മൊഡ്യൂൾ 7 റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. അതും വാട്ടർ കൂളർ, വിസിബിൾ കൂളർ, ഡീപ് ഫ്രീസർ, ഐസ് ക്യൂബ് മെഷീൻ, വിൻഡോ എയർ കണ്ടീഷൻ, അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓരോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കി പഠിക്കുക. ട്രബിൾസും അതിൻ്റെ ടൈപ്സ് എല്ലാത്തിനും, കൺസ്ട്രക്ഷൻ വർക്കിങ്സ്, അതിൻ്റെ ടൈപ്സ്, സ്റ്റഡി, പിന്നെ ടെസ്റ്റിങ്, കെയർ ആൻഡ് മെയിൻ്റനൻസ്, ഇത് തന്നെയാണ് എല്ലാ സെക്ഷനും റിപ്പീറ്റഡ് അവർ പറയുന്നത്. മൊഡ്യൂൾ 8 വരുന്ന എയർ കണ്ടീഷൻ സിസ്റ്റവും ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് സ്പ്ലിറ്റ് എയർ കണ്ടീഷണറും ഉണ്ട്, മൾട്ടി സ്പ്ലിറ്റ് എയർ കണ്ടീഷനും ഉണ്ട്, ഇൻവെർട്ടർ. അപ്പോൾ 3 സെക്ഷനായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ്, സേഫ്റ്റി, ടെസ്റ്റിങ്, ഇൻസ്റ്റലേഷൻ മെത്തേഡ്സ്, ലീക്ക് ടെസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ കെയർ ആൻഡ് മെയിൻ്റനൻസ്, അതാണ് വരുന്നത്. മൊഡ്യൂൾ 9 വരുന്നത് കൊമേഴ്ഷ്യലാണ്. അത് നിങ്ങൾക്ക് വരാം ഐസ് ക്യാൻഡി പ്ലാന്റ്, പിന്നെ ഐസ് പ്ലാന്റിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കോൾഡ് സ്റ്റോറേജ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കിംഗ്, കെയർ ആൻഡ് മെയിൻ്റനൻസ്, ട്രബിൾ ഷൂട്ടിങ്, ഇൻസ്റ്റലേഷൻ മെത്തേഡ്സ്, അതും നിങ്ങൾക്ക് വരുന്നുണ്ട്. മൊഡ്യൂൾ 9 വരുന്ന കൊമേഴ്ഷ്യൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ്. സൈക്കോമെട്രിയും, സെൻട്രൽ എയർ കണ്ടീഷൻ സിസ്റ്റവും, പിന്നെ പാക്കേജ് എയർ കണ്ടീഷൻ സിസ്റ്റവും അത് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഏകദേശം 8 മാർക്കിന് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട്. മൊഡ്യൂൾ 9 വരുന്ന സ്പ്ലിറ്റ് പാക്കേജ്, ഡക്റ്റ്, എയർ ഫിൽട്ടർ, അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ്, ടൈപ്സ്, അതുപോലെ തന്നെ ഫങ്ഷൻ, അതുപോലെ ഡിഫറെൻറ്റ് ഫാൻ ആൻഡ് ബ്ലോവേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് മൊഡ്യൂൾ 9 വരുന്നത്. അത് ഏകദേശം നിങ്ങൾക്ക് 8 മാർക്കിന് നിങ്ങൾക്ക് വരുന്നുണ്ട്. മൊഡ്യൂൾ 10 വരുന്നത് ഓട്ടോമൊബൈൽ എയർ കണ്ടീഷനിങ് ആണ്. കാർ എയർ കണ്ടീഷനും മൊബൈൽ എയർ കണ്ടീഷൻ, ഈ 2 സെക്ഷനും നിങ്ങൾക്ക് 3 മാർക്കിനേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. അപ്പോൾ ഈ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ് നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും PDF നോട്ട്സും MCQ ക്വസ്റ്റ്യൻസും
ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ എക്സാം അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കാം. നമുക്ക് നമ്മുടെ ITI പഠിച്ച പോലെ നിങ്ങളങ്ങ് വളരെ ഡീപ്പായിട്ട് നോക്കാൻ ആവശ്യമില്ല. കാരണം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോന്നും വളരെ കുറച്ച് മാർക്കാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ആ ടോപ്പിക്ക് നമുക്ക് വിടാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സെക്ഷനാണ്. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓരോ ടോപ്പിക്സും പഠിക്കുക. MCQ ക്വസ്റ്റ്യൻസ് കൂടുതലും വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.